വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ശബരിമല യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കൂവെന്ന് നവംബർ 13-ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് ജനുവരി 22 പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് എസ് ജയരാജ് കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയുമാണ് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. നവംബർ 13-ന് ഈ 4 റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നിരീക്ഷിച്ചത്. അതിനാൽ തന്നെ ഫെബ്രുവരി 8-ന് മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഫെബ്രുവരി 8 എന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി മാത്രമാണ്. അതുകൊണ്ട് ഇത് അന്തിമമല്ല. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ ഈ തീയതി മാറാനും സാധ്യതയുണ്ട്. ജനുവരി 21 മുതൽ 24 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പേരില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധി നീട്ടിയതായും ഇതിനിടെ സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി 1 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ അഡ്വാൻസ് ലിസ്റ്റിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അഡ്വാൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കെടുക്കില്ല എന്ന് തീർത്തു പറയാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് സാവകാശം നൽകി. നേരത്തെ നൽകിയ സമയപരിധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് 15 ദിവസം കൂടി നീട്ടി നൽകിയത്. ശബരിമലയിലെ തിരക്ക് പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്ന് തന്ത്രി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. 17-ന് ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും തന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് തീരുമാനമെടുക്കുക. ബിന്ദു, കനകദുർഗ എന്നിവർ ശബരിമല ദർശനം നടത്തിയെന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത സമരങ്ങളൊക്കെയും പരാജയപ്പെട്ടതിന് പിന്നാലെ ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ഭക്തസംഗമവും ബിജെപിയെ തിരിഞ്ഞുകൊത്തുന്നു. അയ്യപ്പ ഭക്തസംഗമത്തിൽ അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരിയുടെ പഴയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്ത്രീകൾ ആർത്തവകാലീനകൾ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശം കൊടുക്കണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം നൽകാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വമാണ് ഭരണഘടന ഉറപ്പുതരുന്നത്. ശബരിമല യുവതി പ്രവേശന വിധി വന്നതിനു പിന്നാലെയുള്ള ആദ്യ പ്രസംഗമായിരുന്നു ഇത്. എന്നാൽ ഈ വിഷയത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി വീണ്ടും മലക്കം മറിയുകയായിരുന്നു. ശബരിമലയിൽ ആർത്തവാശുദ്ധിയുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമത്തിന്റെയോ മറ്റേതിന്റെ പേരിലായാലും മാറ്റാൻ പാടില്ലെന്നുമായിരുന്നു ഇന്നലെ അയ്യപ്പ ഭക്ത സംഗമത്തിലെ ചിദാനന്ദപുരിയുടെ പ്രസംഗം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം തടയുന്നത് നിയമപരമായും വിശ്വാസപരമായും തെറ്റാണെന്നും ആരാധന സ്വാതന്ത്ര്യം മൌലികമായ അവകാശമാണെന്നും സ്ത്രീ പുരുഷ സമത്വം ഭരണഘടനാ ഉത്തരവാദിത്വമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. എം നാഗേശ്വര റാവുവിനെ സിബിഐയുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. സിബിഐ ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയത്. പുതിയ ബെഞ്ച് ജനുവരി 24-ന് ഹർജി പരിഗണിക്കും. സിബിഐ ഇടക്കാല ഡയറക്ടർ നാഗേശ്വര റാവുവിനെതിരായ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. പുതിയ സിബിഐ ഡയറക്ടറെ തീരുമാനിക്കാനായി ജനുവരി 24 വ്യാഴാഴ്ച ഉന്നതതല സമിതി യോഗം ചേരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. പ്രധാനമന്ത്രിക്ക് പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടതാണ് ഉന്നതതല സമിതി. സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തത്. നാഗേശ്വര റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്യുന്നതിന് പുറമെ സിബിഐ ഡയറക്ടറെ കണ്ടെത്തുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനുവരി 24-ന് സുപ്രീം കോടതിയിൽ സീനിയോറിറ്റി രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും.
CBI ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം. അലോക് വർമ്മയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. അലോക് വർമ്മയുടെ ഭാവി നിശ്ചയിക്കാൻ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പകരം ജസ്റ്റിസ് AK സിക്രിയാണ് യോഗത്തിനെത്തിയത്. യോഗത്തിൽ അലോക് വർമ്മയ്ക്കെതിരായ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എതിർത്തിരുന്നുവെങ്കിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം വർമ്മയെ നീക്കുകയായിരുന്നു. പുതിയ CBI ഡയറക്ടർ ഫെബ്രുവരി 1 മുതൽ ഔദ്യോഗിക പദവിയിലെത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10% സംവരണം നൽകിയില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന് ജാട്ടുകളുടെ ദേശീയ സംഘടന. 3 വർഷമായി സംവരണത്തിനായി പ്രതിഷേധിക്കുന്നുവെന്നും BJP സർക്കാർ ഈ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ജാട്ടുകൾ ആരോപിച്ചു. സംവരണ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ MPമാരെ ഷൂ അണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കുമെന്നും ജാട്ട് നേതാക്കൾ ദില്ലിയിൽ വ്യക്തമാക്കി. 7 ദിവസങ്ങൾക്കകം സംവരണം ഉറപ്പു നൽകിയില്ലെങ്കിൽ ജാട്ടുകളേറെയുള്ള 131 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന അന്ത്യശാസനമാണ് ജാട്ടുകളുടെ ദേശീയ സംഘടന BJPക്ക് നൽകിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ ജാട്ട് ആരക്ഷൺ ബച്ചാവോ ആന്തോളൻ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു നേതാക്കളുടെ അന്ത്യശാസനം. 3 വർഷമായി 10% സംവരണത്തിനായി സമരം ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം പരിഗണിക്കാൻ BJPയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല. 2015 വെങ്കയ്യ നായിഡു അധ്യക്ഷനായ കമ്മിറ്റിയെ സംവരണ വിഷയം പഠിക്കാൻ നിയോഗിച്ചെങ്കിലും ഒരു യോഗം പോലും ചേർന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംവരണാവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ MPമാരെ ഷൂ അണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കും. 7 ദിവസത്തിനകം സംവരണം ഉറപ്പു നൽകിയില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മായാവതിയെ പിന്തുണയ്ക്കാൻ ജാട്ടുകളോട് ആഹ്വാനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. 10% സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ജാട്ടുകൾ സംവരണാവശ്യം വീണ്ടും ശക്തമായി ഉയർത്തുന്നത്. ജനസംഖ്യയുടെ 3% മാത്രമാണ് ജാട്ടുകളെങ്കിലും 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവരണം നൽകാമെന്ന ഉറപ്പിന്മേൽ ജാട്ടുകൾ BJPയെ പിന്തുണച്ചിരുന്നു. എന്നാൽ സംവരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ ഇറങ്ങുമെന്ന പ്രസ്താവന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മമതാ ബാനർജിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും ദില്ലിയിൽ പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കാനൊരുങ്ങുന്നു. അടുത്ത മാസം പകുതിയോടെ റാലി നടത്താനാണ് തീരുമാനം. എന്നാൽ ദില്ലിയിലും പഞ്ചാബിലും ഹരിയാനയിലും കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നും ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ഇതര പാർട്ടികളെ അണിനിരത്തി ശക്തി പ്രകടനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം. ദില്ലി രാംലീല മൈതാനിയിൽ അടുത്ത മാസം പകുതിയോടെ റാലി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ കേജ്രിവാൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാക്കന്മാരെ ക്ഷണിച്ചു തുടങ്ങി. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ സംഘടിപ്പിച്ച റാലിയിൽ കേജ്രിവാൾ പങ്കെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ദില്ലിയിലും പ്രതിപക്ഷ റാലി. അതേസമയം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കേജ്രിവാൾ ഉള്ളത്. ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും പഞ്ചാബിലെ ആകെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ഹരിയാനയിലും ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കും. പഞ്ചാബിലെ സാങ്കൂറയിൽ സംഘടിപ്പിച്ച റാലിക്കിടെ കേജ്രിവാൾ ഇക്കാര്യം പ്രഖ്യാപിച്ചു. ഫരീദ്കോട്ട്, ഹോഷിയാർപൂർ, അമൃത്സർ, ആനന്ദ്പൂർ സാഹിബ് എന്നീ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. ദില്ലി നിയമസഭ ആം ആദ്മിയാണ് ഭരിക്കുന്നതെങ്കിലും പഞ്ചാബിൽ നിന്നു മാത്രമാണ് അവർക്ക് MPമാരുള്ളത്. ഇത്തവണ ദില്ലിയിലെ 7 സീറ്റിൽ 4-ലെങ്കിലും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് കേജ്രിവാൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടകയിലെ റിസോർട്ടിൽ താമസിച്ചിരുന്ന MLAമാർ തമ്മിലടിച്ചത് പരിഹരിക്കാനാവാതെ കോൺഗ്രസ്. വെള്ളിയാഴ്ച വരെ എല്ലാ MLAമാരെയും റിസോർട്ടിൽ തന്നെ താമസിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. തമ്മിലടിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട MLA ആനന്ദ് സിംഗിന്റെ ഭാര്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആക്രമിച്ച MLA ജെ ഗണേഷും പറഞ്ഞു. കർണാടകയിലെ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ BJP നടത്തുന്ന നീക്കം തടയിടാൻ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായി സ്വന്തം MLAമാരെ കോൺഗ്രസ് 2 റിസോർട്ടുകളിലായി പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ബഡദ്ഗിയിലെ ഈഗിൾട്ടൺ റിസോർട്ടിൽ താമസിച്ചിരുന്ന MLAമാരായ ആനന്ദ് സിംഗ്, ഗണേഷ് എന്നിവർ തമ്മിലാണ് പോരടിച്ചത്. പരസ്പരം കൂറുമാറ്റം ആരോപിച്ചായിരുന്നു കയ്യാങ്കളി. ഇതിൽ ആനന്ദ് സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ബാത്റൂമിൽ വീണാണ് MLAക്ക് പരിക്കുപറ്റിയെന്നാണ് കോൺഗ്രസ് ഭാഷ്യം. പക്ഷേ MLA ഗണേഷ് കുപ്പികൊണ്ടടിച്ചെന്ന് ആനന്ദ് സിംഗിന്റെ ഭാര്യ വെളിപ്പെടുത്തി. അക്രമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആനന്ദ് സിംഗിന് നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവന്നു. തമ്മിലടി കോൺഗ്രസിനെ നാണക്കേടിലാക്കി. ഇതേ തുടർന്ന് എല്ലാ MLAമാരും വെള്ളിയാഴ്ച വരെ റിസോർട്ടുകളിൽ തന്നെ പാർപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഇന്ന് എല്ലാവരെയും മണ്ഡലങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് നേരത്തെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നത്.
കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്നും പരസ്പരം വാഗ്വാദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആക്രമിച്ച MLA ഗണേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിൽ ദുഃഖമുണ്ട്. കുടുംബത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. കുടുംബം കേസിന് പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ഒത്തുതീർപ്പിനാണ് MLA ഗണേഷ് ശ്രമിക്കുന്നത്. അതേസമയം സംഭവം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമം ആരംഭിച്ചു. JDS കോൺഗ്രസ് സഖ്യ സർക്കാരിൽ MLA മാർക്ക് പോലും ജീവന് ഭയമാണെന്ന് BJP ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചു. പൌരത്വം ഉപേക്ഷിച്ച് ചോക്സി തന്റെ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. വായ്പാ തട്ടിപ്പ് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനാൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപ തട്ടിയ കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചത്. വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായുള്ള കേസ് ആന്റിഗ്വയിൽ തുടരുന്നതിനിടെയുമാണ് പൌരത്വം ഉപേക്ഷിച്ച ചോക്സിയുടെ നീക്കം. വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് ചോക്സി പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പൌരത്വം ഉപേക്ഷിച്ച ചോക്സി തന്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. ആന്റിഗ്വയിലെ പൌരത്വം നേടിയതിന് പിന്നാലെ 2 രാജ്യത്തെ പൌരത്വം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചോക്സിയോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇന്ത്യൻ പൌരത്വം ചോക്സി ഉപേക്ഷിച്ചതോടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു. വീഡിയോ കോൺഫറൻസിംഗ് വഴി അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ചോക്സി നേരത്തെ അറിയിച്ചിരുന്നു. ചോക്സിയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. KSRTCയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട എംപാനൽഡ് ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി ഇവർ ശയന പ്രദക്ഷിണം നടത്തി. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന 25-ന് സമരം അവിടേക്ക് മാറ്റുമെന്ന് സമരസമിതി പറഞ്ഞു. KSRTC എംപാനൽഡ് ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ 4000-ഓളം കരാർ ജീവനക്കാർക്കാണ് ജോലി നഷ്ടമായത്. KSRTCയിലെ താൽക്കാലിക എംപാനൽഡ് കണ്ടക്ടർ നിയമനം നിലനിൽക്കില്ലെന്ന് PSC. ഇത്തരം നിയമനങ്ങൾ നിയമവിരുദ്ധമാണെന്നും PSC ഹൈക്കോടതിയെ അറിയിച്ചു. താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിയും സുപ്രീംകോടതിയും മുൻപ് വിധിച്ചിട്ടുണ്ട്. ചട്ടങ്ങൾ ലംഘിക്കാൻ സർക്കാർ സ്ഥാപനമായാലും അധികാരമില്ല. KSRTCയിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടതിനാൽ മറ്റു തരത്തിലുള്ള നിയമനങ്ങൾ പാടില്ലെന്ന് PSC സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവും സർവ്വതല സ്പർശിയുമായ വികസനമാണെന്ന് നവകേരളത്തിലെ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുസ്ഥിര വികസനവും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ലഭ്യമാക്കണം. ടൂറിസം മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ നിർമ്മാണങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി കേരള സമ്പദ്ഘടനയുടെ പുനർനിർമ്മാണ സെമിനാറിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സർവ്വമേഖലകളിലും പ്രളയം വലിയ നാശനഷ്ടമാണുണ്ടാക്കിയത്. പ്രളയഘട്ടത്തിൽ കാണിച്ച ഒരുമയും ഐക്യവും പുനർനിർമ്മാണത്തിൽ ചോർന്നുപോകരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവതലസ്പർശിയായ വികസനമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നാം നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. നവകേരളത്തിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തലാണ്. അതോടൊപ്പം നല്ല രീതിയിൽ ഉള്ള വികസനവും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ലഭ്യമാക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്താണ് ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ല. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്കാണ് ടൂറിസം വഹിക്കുന്നത്. പ്രളയസമയത്തുണ്ടായ മേഖലയിലെ വെല്ലുവിളികൾ നേരിടണം. പരിസ്ഥിതി സൌഹൃദമായി ടൂറിസം വികസിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലകളിൽ അനിവാര്യമായത് മാത്രമേ അനുവദിക്കാനാവൂ എന്നതാണ്. എന്നാൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളും പരിസ്ഥിതി സൗഹൃദമാകണം എന്നുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനായി നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കും. നവകേരളത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ യുവജനങ്ങൾ തന്നെയാകണം. അതിനുള്ള ക്രിയാത്മകമായ മാറ്റങ്ങൾ എല്ലാ രംഗത്തും കൊണ്ടുവരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പി.സി. ജോർജിന് നാട്ടുകാരുടെ വക കൂകിവിളി. പൂഞ്ഞാറിൽ നടന്ന പൊതുപരിപാടിയിലായിരുന്നു നാട്ടുകാർ എംഎൽഎക്ക് നേരെ തിരിഞ്ഞത്. എംഎൽഎ തിരിച്ച് നാട്ടുകാരെ നേരിട്ടത് അസഭ്യ വാക്കുകൾ കൊണ്ടായിരുന്നു. തന്റെ മണ്ഡലത്തിൽ തനിക്കെതിരായി ആരും ശബ്ദമുയർത്തില്ലെന്ന പി.സി. ജോർജ് എംഎൽഎക്ക് അങ്ങനെ നാട്ടുകാർ നൽകിയത് മധുരമായ പ്രതികാരം. അതാകട്ടെ പൊതുപരിപാടിയിൽ വെച്ചും. പൂഞ്ഞാറിൽ നടന്ന ഈരാറ്റുപേട്ട വോളി ടൂർണമെന്റ് ചടങ്ങിനിടെയായിരുന്നു നാട്ടുകാർ പി.സിക്കെതിരെ ഈ കൂകിവിളി ആഘോഷമാക്കി മാറ്റിയത്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ വളരെ രൂക്ഷമായി തന്നെ പി.സി. ജോർജും പ്രതികരിച്ചു. ഈ നാട്ടിൽ ജനിച്ചവനാണ്, ഈ കവല വളർന്നവനാണ്, നിന്നെപ്പോലെ ചന്തയായിട്ട് വളർന്നവനാണ്. ഇതൊക്കെ പഠിച്ചു. നീ ചന്തയാണെങ്കിൽ 10 ചന്തയല്ലേ നിനക്കറിയാമോ? നിനക്കൊക്കെ കൂടി ചന്ത നീ പഠിച്ചോ. അങ്ങനെ പേടിച്ചു പോകുന്ന നടയൻ, നിന്നെ ഒന്ന് പേടിച്ചു പോകുന്ന നടയൻ. നീ ദുനിയ 10 കൂടാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് സംശയം. അവസാനം കൂകിവിളിയും നാട്ടുകാരുടെ എതിർപ്പും ശക്തമായപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് അങ്ങനെ പി.സി. തടി തപ്പുകയായിരുന്നു. എന്തായാലും പി.സി. ജോർജ് എംഎൽഎക്ക് സ്വന്തം മണ്ഡലത്തിൽ നിലനിൽപ്പ് ഇനി എങ്ങനെയായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ ഇതിലൂടെ നൽകിയതെന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്. നിരാഹാര സമരം ലക്ഷ്യം കണ്ടില്ലെന്ന പി.എസ്. ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപിയിൽ അമർഷം മുറുകുന്നു. പാർട്ടി അധ്യക്ഷന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനും ഒരുങ്ങുന്നു. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നാണ് ഒരുപറ്റം നേതാക്കളുടെ പ്രധാന പരാതി. അതിനിടെ ശബരിമല സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ബിജെപിയെ ഒഴിവാക്കി സമരം നേരിട്ട് ആർഎസ്എസ് ഏറ്റെടുക്കുകയാണ്. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് പോരിനാക്കം കൂട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി. മുരളീധരനും അടുത്ത അനുയായി കെ. സുരേന്ദ്രനും ഇന്നലെ അവസാനിച്ച നിരാഹാരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. നിരാഹാരം പ്രഖ്യാപിച്ചതിനും പിൻവലിച്ചതിനും തങ്ങൾ ഉത്തരവാദികളല്ലെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇരുവരും വിട്ടുനിന്നത്. കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും മണ്ടത്തരമായി അവസാനിക്കുന്നു. അത് പാർട്ടിയുടെ യശസ്സിന് വലിയ തോതിൽ കളങ്കം വരുത്തുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. പാർട്ടി അധ്യക്ഷനായ പി.എസ്. ശ്രീധരൻപിള്ള നിരാഹാര സമരം വിജയിച്ചില്ലെന്ന് വിളിച്ചു പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയെന്ന് അവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടും. സംസ്ഥാന നേതൃത്വത്തിന്റെ അബദ്ധങ്ങൾ അക്കമിട്ട് നിരത്തി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനാണ് ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുന്നത്. എം.ടി. രമേശ്, എ.എൻ. രാധാകൃഷ്ണൻ, പി.കെ. കൃഷ്ണദാസ് എന്നീ ത്രിമൂർത്തികൾക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമായി പാർട്ടി അധ്യക്ഷൻ മാറിയെന്നാണ് അവരുടെ പ്രധാന പരാതി. ഇതിനു മാറ്റം വരണം. പ്രധാന തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഭാരവാഹി യോഗം ചേരണമെന്നീ ആവശ്യങ്ങളാണ് പരാതിയിൽ മറ്റാവശ്യങ്ങളായി ഉന്നയിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി എറണാകുളം, ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാരെ ഉടൻ മാറ്റി അഴിച്ചുപണി വേണമെന്നാണ് മറ്റൊരാവശ്യം. ജനുവരി 27-ന് 2 ലക്ഷം യുവാക്കളെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന റാലിയുടെ പണിപ്പുരയിലാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം ഉദ്ദേശിച്ച ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനവുമുണ്ട്. 2 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 40,000-ൽ താഴെ ആളുകൾ മാത്രമേ വന്നുള്ളൂ എന്നാണ് വിലയിരുത്തൽ. ശബരിമല സമരത്തിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകർ ജാമ്യത്തുക കെട്ടിവെക്കാനാവാതെ വിവിധ ജയിലുകളിൽ കിടക്കുമ്പോൾ കോടികൾ ചിലവഴിച്ചുള്ള റാലികളിൽ നിന്നും സാധാരണ പ്രവർത്തകർ മാറി നിൽക്കുന്നത് ബി.ജെ.പിക്ക് മറ്റൊരു തലവേദനയായിട്ടുണ്ട്. ഇതിനിടയിലാണ് നേതൃത്വത്തിന്റെ ദിശാബോധമില്ലായ്മയെ ചൊല്ലി ഒരു വിഭാഗം നേതാക്കൾ പരാതി കുരുങ്ങുന്നത്. അതിനിടെ ശബരിമല സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ബി.ജെ.പി ഒഴിവാക്കി സമരം നേരിട്ട് ആർഎസ്എസ് ഏറ്റെടുക്കുകയാണ്. ശബരിമല കർമ്മസമിതിയാവും ഇനി അങ്ങോട്ട് സമരരൂപം തീരുമാനിക്കുക. കൈവന്ന സുവർണാവസരം ബി.ജെ.പി തുലച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ആർഎസ്എസ് എത്തിയത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മുനമ്പം തീരത്തുനിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായി സൂചന. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷണവസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നതാണ് കാരണം. 230 അംഗ സംഘത്തിന്റെ ലക്ഷ്യം ന്യൂസിലാൻഡാണെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ നയതന്ത്ര ഇടപെടലുകൾക്കുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. കസ്റ്റഡിയിലെടുത്ത 2 പേരെ IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. മുനമ്പം തീരത്തു നിന്നും ഒരാഴ്ച മുൻപ് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 230 അംഗ സംഘം ഇന്ത്യൻ സമുദ്രാതിർത്തി കടന്നു. ഇന്തോനേഷ്യൻ തീരത്തേക്കാണ് നീങ്ങുന്നതെന്നും ന്യൂസിലൻഡാണ് ഇവരുടെ ലക്ഷ്യമെന്നും പോലീസ് കരുതുന്നു. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷ്യവസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നാകാം ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്നും കരുതുന്നു. മാത്രമല്ല, മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് കടൽ മാർഗം 11,470 കിലോമീറ്റർ ദൂരമുണ്ട്. 47 ദിവസം തുടർച്ചയായി യാത്ര ചെയ്താൽ മാത്രമേ ന്യൂസിലൻഡ് തീരത്തെത്തൂ.
ബോട്ടിൽ ഒറ്റയടിക്ക് ദൈർഘ്യമേറിയ യാത്ര പ്രയാസമായതിനാലാകണം ഇന്തോനേഷ്യൻ ലക്ഷ്യമാക്കാൻ കാരണമെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്നതിനാൽ വിദേശ അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ പുരോഗതി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും നയതന്ത്ര ഇടപെടലുകൾക്കുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന ശ്രീകാന്തിന്റെ വെങ്ങാനൂരിലെ വീട്ടിൽ നിന്നും പാസ്പോർട്ടുകൾ, ചെക്കുകൾ, ആധാരങ്ങൾ, സ്വിസ് ബാങ്ക് നിക്ഷേപ രേഖകൾ, തമിഴിൽ എഴുതിയ രേഖകൾ, നാണയക്കിഴികൾ എന്നിവ കണ്ടെത്തിയിരുന്നു. കൂട്ടാളിയായ അനിൽകുമാറിനെ വെങ്ങാനൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ബോട്ടിൽ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പണം തികയാത്തതിനാൽ മടങ്ങിയ ദീപക്, പ്രഭു, ദണ്ഡവാണി എന്നിവരെ പോലീസ് ഡൽഹിയിൽ നിന്നും പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ഭാര്യമാരും കുട്ടികളും മുൻപത്തു നിന്നും പുറപ്പെട്ടതായാണ് വിവരം. ഡൽഹിയിലെ അംബേദ്കർ കോളനി, ചെന്നൈ എന്നിവിടെ നിന്നുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുനമ്പം, മാലിങ്കര പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബന്ദിപ്പൂർ ആകാശപാത നടപ്പിലാക്കുന്നതിന് കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾക്കിടയിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് അറ്റോർണി ജനറൽ സുപ്രീംകോടതിയെ അറിയിച്ചു. വയനാട് മൈസൂർ പാതയിൽ വനഭൂമിയിൽ ആകാശപാത നിർമ്മിക്കുന്നതിനോട് വനം പരിസ്ഥിതി വകുപ്പുകൾക്ക് എതിർപ്പുണ്ട്. എന്നാൽ പുതിയ പാതയോട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് വിയോജിപ്പില്ലെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. എല്ലാ വകുപ്പുകളും ചർച്ച ചെയ്ത് സംയുക്ത റിപ്പോർട്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മാർച്ച് 6-ന് ഹർജി കോടതി വീണ്ടും പരിഗണിക്കും. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദന് ജന്മനാടിന്റെ ആദരം. മുകുന്ദായനം എന്ന പേരിൽ എം മുകുന്ദന്റെ കഥാപാത്രങ്ങളെ മയ്യഴി പുഴയോരത്ത് പുനരാവിഷ്കരിച്ചാണ് ആദരം നൽകിയത്.